ഇനി വീട്ടിൽ കൊണ്ടുപോയ ശേഷം ഓപ്പൺ ചെയ്ത് കാണിക്കുക. എന്തൊക്കെയാണല്ലേ നമ്മൾ കാണുന്നതെന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് ചിന്തിക്കാം, നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യം തന്നെയല്ലേ സത്യം പറഞ്ഞാൽ. അതിൻ്റെ ബില്ലൂടെ കാണിച്ചു തരാം. ബില്ലിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നത് ഇവിടെയാണ്. ഇതാണ് റാറ്റ് മീഡിയം 290 250 ഗ്രാമാണ്. ഓക്കെ, 290 ഞാൻ നേരത്തെ പറഞ്ഞത് 290 രൂപ അനുസരിച്ച് വരും. ഏകദേശം ഒരു ഇന്ത്യൻ രൂപ വെച്ച് വേണമെങ്കിൽ നമുക്ക് റൗണ്ട് ചെയ്ത് പറയുകയാണെങ്കിൽ 300 രൂപ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അധികം താമസിക്കേണ്ട, നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മുടെ സാധനം ഇവിടെ ഉണ്ട്. നമ്മൾ കാറിന് പുറത്തിറങ്ങി. എന്തായാലും എൻ്റെയൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു എലിയെ പാക്കറ്റായിട്ട് മേടിക്കുക. അതിനുശേഷം നേരെ അതിനെ വീട്ടിലേക്ക് കൊണ്ടുവരിക. ഇനി വീട്ടിൽ വന്ന ശേഷം ഓപ്പൺ ചെയ്യുക. എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ആലോചിച്ച് നോക്കിയ സത്യമല്ലേ ഞാൻ പറഞ്ഞത്. എന്താണെങ്കിലും നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസിൽ തന്നെ നമുക്ക് കാര്യങ്ങളെടുക്കാം. അപ്പോൾ ഇനിയാണ് റിയൽ ടൈം. തൽക്കാലം ഞാൻ ഒരു ഗ്ലൗസൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. ഡയറക്റ്റ് ആയിട്ട് ഇതിനെ പിടിക്കാനായിട്ട് എനിക്കൊരു മടി. ഓക്കെ, അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. ഈ പാക്കറ്റ് കട്ട് ചെയ്ത് ഞാനൊരു പേപ്പറിലേക്കാണ് ഇടുന്നത്. ഇത് ഒരു വെള്ള റാറ്റാണ്. അതായത് സാധാരണ ഞാൻ പ്രതീക്ഷിച്ചത് സത്യം പറഞ്ഞാൽ നമ്മുടെ സാധാരണ നാട്ടിലുള്ള ബ്ലാക്ക് നിറത്തിലുള്ള എലിയാണ് എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇത് നല്ല സൗന്ദര്യമുള്ള നല്ല അടിപൊളി റാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ആള് നല്ല ഫ്രോസൺ ആണ്, അതായത് തണുത്ത് ഉറങ്ങിയിരിക്കുകയാണ്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഡീഫ്രോസ്റ്റ് ആയിട്ട് വേണം ഇത് സാധാരണ ഈ പാമ്പിന് അതല്ലെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോഴും പക്ക ആയിട്ടതാ ഒരു കല്ല് കിടക്കുന്ന പോലെ തന്നെ കണ്ടോ, ഇങ്ങനെ കല്ല് കിടക്കുന്ന പോലെ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് ഡീഫ്രോസ്റ്റ് ആവണം. ഇത് സത്യം പറഞ്ഞാൽ എനിക്കും ഭയങ്കര ഒരു സർപ്രൈസ് തന്നെയായിരുന്നു. കാരണം വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഒരിക്കലും പ്രതീക്ഷിക്കുന്നു. ഞാൻ നേരത്തെ മേടിച്ചോ കണ്ടിട്ടോ അനുഭവം നമുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു കാരണവശാലും ഒരു വൈറ്റ് ഇങ്ങനെ റാറ്റ് ആയിരിക്കും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും ബ്ലാക്ക് റാറ്റിനേക്കാൾ ഒരു വൈറ്റ് നിറത്തിൽ ഒരു സാധനം കാണുമ്പോൾ നമുക്ക് അത്രയും ഒരു അറപ്പ് തോന്നുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു സത്യം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇതുപോലുള്ള റാറ്റിനെ ഇവിടെ വളർത്തുന്നുണ്ടെന്നുള്ളതാണ്. ഇതിപ്പോൾ പാമ്പിനെ തിന്നാൻ വേണ്ടി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതുപോലുള്ള റാറ്റിനെ ഇവർ വീടുകളിൽ വളർത്തുന്നുണ്ട്. അത് നമുക്ക് ഇതുപോലെ വളർത്താൻ വേണ്ടി മേടിക്കാനൊക്കെ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പാമ്പിനൊക്കെ കൊടുക്കാൻ ഉപയോഗിക്കുന്ന എലിയുടെ അവസ്ഥ. ഇത് മീഡിയം റാറ്റാണ്. എന്നാൽ ഡിഫറെന്റ് ആയിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയാണ്. സത്യം പറഞ്ഞാൽ ഈ റാറ്റിനെ പാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ തന്നെ സർപ്രൈസ് ആയിപ്പോയി. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ വെളുത്ത നിറത്തിലുള്ള ഒരു റാറ്റ് ആയിരിക്കും എന്നുള്ള കാര്യം. അപ്പോൾ എന്താണ്